പൊന്നിൻ ചിങ്ങത്തിൻ്റെ വരവറിയിക്കാൻ ചൊവ്വാഴ്ച പിള്ളേരോണമെത്തി. കൂട്ടുകുടുംബകാലത്ത് തറവാടുകളിൽ അത്യാർഭാടപൂർവ്വം നടന്നിരുന്ന ആഘോഷത്തിൻ്റെ പൊലിമയില്ലെങ്കിലും പാരമ്പര്യ രീതിയിൽ തന്നെ പിള്ളേരോണം ആഘോഷിക്കുന്ന വീടുകൾ ഇപ്പോഴുമുണ്ട്. സാധാരണ കർക്കിടകത്തിലാണ് പിള്ളേരോണം. ഇക്കുറി ചിങ്ങത്തിൽ 2 തിരുവോണമുണ്ട്. ആദ്യത്തെ തിരുവോണമാണ് ചൊവ്വാഴ്ച പിള്ളേരോണമായി ആഘോഷിച്ചത്. ഈ കണക്കനുസരിച്ച് 1-ാം ഓണം ഉത്രാടവും തിരുവോണവും മാത്രമേ ഇക്കുറി ചിങ്ങത്തിലുള്ളൂ. സെപ്റ്റംബർ 16-ന് ചിങ്ങം 31-ാം തീയതിയുമാണ് തിരുവോണം. അവിട്ടം മുതൽ ഉത്രട്ടാതി വരെയുള്ള ഓണനാളുകളിൽ ഈ പ്രാവശ്യം കന്നിമാസത്തിലാണ്. വല്ലപ്പോഴും വരുന്ന ഒരു അപൂർവതയാണിത്. പിള്ളേരോണം മുതൽക്കാണ് പൊന്നോണക്കാലത്തിൻ്റെ ആരവം ഉയരുന്നത്. പണ്ടൊക്കെ കർക്കിടകത്തിലെ പിള്ളേരോണം മുതൽ കന്നിയിലെ മകം വരെ ആയിരുന്നു ഓണാഘോഷം. പഞ്ചാംഗത്തിൽ നാള് നോക്കി പിള്ളേരോണത്തിൻ്റെ വരവ് കാത്തിരുന്ന മുതിർന്നവർ ഇപ്പോഴും തറവാടുകളിലുണ്ട്. മുത്തശ്ശിമാർക്കാണ് ഇക്കാര്യങ്ങളിൽ ഏറെ താൽപ്പര്യം. മഹാബലിയുടെ ധർമ്മചരിതവും വാമനൻ്റെ അവതാരകഥകളും മറ്റും മുത്തശ്ശിമാർ ഇന്നും കുരുന്നുകളെ പറഞ്ഞു കേൾപ്പിക്കുന്ന പഴമയാണ് പിള്ളേരോണം. വീടുകളിൽ അംഗസംഖ്യ കുറഞ്ഞതോടെ കുഞ്ഞോണത്തിൻ്റെ പ്രാധാന്യവും കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും പിള്ളേരോണം ആഘോഷിക്കുന്ന വീടുകൾ ഇന്നും ഒട്ടും കുറവല്ല. കാരണവന്മാരാണ് ഇതിന് മുൻകൈയെടുക്കുന്നത്. പഴയകാലത്തെ പോലെ കുട്ടികളെ രാവിലെ കുളിപ്പിച്ച് ചന്ദനക്കുറി തൊടുവിച്ച് ആൺകുട്ടികളെ കസവുമുണ്ടും പെൺകുഞ്ഞുങ്ങളെ പട്ടുപാവാടയും അണിയിച്ച് ഒരുക്കും. ഉച്ചയ്ക്ക് തിരുവോണ ദിവസത്തെ പോലെ തൂശനിലയിൽ എല്ലാ വിഭവങ്ങളും ഒരുക്കി വിഭവസമൃദ്ധമായ സദ്യ വിളമ്പിയാണ് പിള്ളേരോണം ആഘോഷിച്ചത്. ഏതെങ്കിലും ഒരു പായസവും ഉപ്പേരിയും കൂടി സദ്യയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. തൊടിയിലോ മുറ്റത്തോ നിൽക്കുന്ന മരങ്ങളിൽ കെട്ടിയ ഊഞ്ഞാലിൽ മുതിർന്നവരും കുരുന്നുകളും ഒപ്പം ആടിയാണ് പിള്ളേരോണം തകർത്തത്. ഓണം കഴിയാതെ ഈ ഊഞ്ഞാലിനി അഴിക്കില്ല.